ഇന്ന് കടക് ചായ ഉണ്ടാക്കാം. ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ കുടിക്കുന്ന അത്യാവശ്യം കടുപ്പവും മധുരവുമുള്ള ഒരു ചായയാണിത്. ആദ്യം പാലൊന്ന് കാച്ചിയെടുക്കാം. ചായയുടെ ഡിക്കോക്ഷനിലേക്ക് ചൂട് പാലൊഴിച്ചാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ പാത്രങ്ങളിലാണ് പാല് കാച്ചുന്നതെങ്കിൽ ഇതേമാതിരി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിവിടെ ഞാൻ പാല് കാച്ചി കഴിഞ്ഞു. മിൽക്ക് കുക്കറിലൊക്കെ പാല് കാച്ചുന്നവരുണ്ടെങ്കിൽ എപ്പോഴും അതിൽ വെള്ളം നിറച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അതിനുശേഷമേ പാല് കാച്ചിയെടുക്കാൻ പാടുള്ളൂ. കടക് ചായയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഷുഗർ കാരമലൈസ് ചെയ്താണ് നമ്മളിതിൽ ചേർക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടില്ല. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. ഇനിയാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ അതിൽ മെറ്റൽ സ്പൂണൊന്നും ഇടാൻ പാടില്ല. ഇതേമാതിരി കാരമലൈസ് ചെയ്തെടുക്കണം. ഓരോരുത്തർക്കും ആവശ്യമുള്ള പഞ്ചസാര എടുക്കാം. പക്ഷേ കടക് ചായ എന്നൊക്കെ പറയുമ്പോൾ അതിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. 1 കപ്പ് ചായയ്ക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇഞ്ചി, ഏലക്കാപ്പൊടി, ഗ്രാമ്പു ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഈ വെള്ളത്തിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഗ്രാമ്പുവും ഏലക്കാപ്പൊടിയും ചേർക്കാം. ഇനി അത് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം. അടുത്തതായി ചേർക്കുന്നത് ചായപ്പൊടിയാണ്. ഇവിടെ ഞാൻ 1/4 ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോൾ അതിലെ വെള്ളം കുറച്ചൊന്ന് വറ്റും. അതുകൊണ്ടാണ് 3/4 കപ്പ് വെള്ളം എടുത്തത്. 1/2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഈ കളറാണ് കടക് ചായയ്ക്ക് വേണ്ടത്. ഇതിലേക്ക് വേറെ സ്പൈസസ് ഒന്നും ഇടരുത്. കാരമലൈസ് ചെയ്ത ഷുഗറാണ് ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക തന്നെ വേണം. ഈ ചായയൊന്ന് തിളച്ചു പൊങ്ങണം. അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. ഐശ്വര്യം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതൊന്ന് തിളച്ചു പൊങ്ങിക്കോട്ടെ. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇത് അരിച്ചെടുക്കാം. ചായ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ ടീ ഷോപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യത്തില്ലേ, അതേമാതിരി ഒന്ന് ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചില്ല് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കടക് ചായ ഒരു ചില്ല് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുവാണെങ്കിൽ ഒരു പ്രത്യേക വൈബാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.